കുംഭമേള വൈറൽ താരമായ പെൺകുട്ടിയെ വിവാഹം ചെയ്തെന്ന കേസിൽ പെൺകുട്ടിയുടെ ഭർത്താവ് മുഹമ്മദ് ഫർമാന തിരിച്ചടി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ സാവകാശമില്ല. 2 ആഴ്ച സാവകാശം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, എന്തായാലും ഈ 2 ആഴ്ച സാവകാശം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. 2 ആഴ്ച സാവകാശം നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഫർമാന തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഫർമാന വൈറൽ പെൺകുട്ടിയെ വിവാഹം ചെയ്തപ്പോൾ മധ്യപ്രദേശ് പോലീസ് ഒരു കേസെടുത്തിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന വകുപ്പ് ചുമത്തി മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ കൊച്ചിയിലെത്തുകയും ചെയ്തിരുന്നു, അയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുന്നതിന് വേണ്ടി. അപ്പോൾ 1 മാസം മുമ്പ് ഈ ഫർമാൻ ഹൈക്കോടതിയെ സമീപിച്ച് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി 1 മാസത്തേക്ക് അറസ്റ്റും തുടർ നടപടികളും വിലക്കിയിരുന്നു. അതിനുശേഷം ഫർമാനോട് അന്ന് കോടതി നിർദ്ദേശിച്ചത് ഈ അധികാരപരിധിയിലുള്ള കോടതി ഏതാണോ, അതായത് ഈ കേസിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയാണ്. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നേരിട്ട് ഹൈക്കോടതികളിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. അത് കാരണം ലക്നൗ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ ഫർമാൻ സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ അപേക്ഷ തള്ളുകയാണ്. അപ്പോൾ മുൻകൂർ ജാമ്യം ഇപ്പോൾ ഫർമാൻ്റെ കാര്യത്തിലില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ 1 മാസം പിന്നിടുകയും ചെയ്തു. നോട്ട് ടു അറസ്റ്റ് കേരള ഹൈക്കോടതി പറഞ്ഞതിന് ശേഷം 1 മാസം പിന്നിട്ടു ഇന്നലെ. അപ്പോൾ ഇന്ന് വീണ്ടും ആ ഹർജി കോടതിയിൽ വന്നു. കോടതിയിൽ ഹർജി വന്നപ്പോൾ ഈ ഫർമാൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ഒരു 2 ആഴ്ചത്തേക്ക് കൂടി 15 ദിവസത്തേക്ക് കൂടി ഈ നോട്ട് ടു അറസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവിടെ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടാൻ അല്ലെങ്കിൽ തേടാൻ കഴിയൂ എന്നുള്ള സാഹചര്യം പറഞ്ഞു. അപ്പം കോടതി പറഞ്ഞത് കേരള ഹൈക്കോടതിക്ക് അക്കാര്യത്തിൽ നിയമപരമായ പരിമിതിയുണ്ട്. കാരണം ഈ വിഷയത്തിൽ അധികാരപരിധി ഇല്ലാത്തൊരിടമാണ് കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശ്. അപ്പോൾ മധ്യപ്രദേശിൽ നടന്നൊരു ഇൻസിഡൻറ്റിൽ ഒരു ഘട്ടത്തിൽ ഇടപെടാം എന്നല്ലാതെ തുടർച്ചയായി ഇങ്ങനെ ഇളവ് നൽകാൻ കേരള ഹൈക്കോടതിക്ക് പരിമിതിയുണ്ട്, അധികാര പരിമിതിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർജി തള്ളുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഈ കേരള ഹൈക്കോടതി ഇളവ് നൽകാതിരുന്നാൽ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനായിരുന്നു മധ്യപ്രദേശ് പോലീസിൻ്റെ നീക്കം. അതിനനുസരിച്ചുള്ള പരിശോധന പലയിടങ്ങളിലും കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും കോട്ടയത്തുമൊക്കെയായി മധ്യപ്രദേശ് പോലീസ് നടത്തിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 15 ദിവസത്തെ എക്സ്റ്റൻഷൻ ഹൈക്കോടതി നിരസിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഫർമാന് മുൻകൂർ ജാമ്യമില്ല, നോട്ട് ടു അറസ്റ്റിൻ്റെ ആനുകൂല്യവുമില്ല. ഇപ്പോൾ മുൻകൂർ ജാമ്യം തള്ളിയ ലക്നൗ ജില്ലാ കോടതിയുടെ വിധിയാണ് നിലനിൽക്കുന്നത്. ഇനി അല്ലെങ്കിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയെ ഉടൻ തന്നെ സമീപിച്ചൊരു ഇളവ് നേടണം. അതിനുള്ള കാലതാമസത്തിന് വേണ്ടിയാണ് 15 ദിവസം ചോദിച്ചത്. പക്ഷേ കേരള ഹൈക്കോടതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഫർമാനെ ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.